ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. റെസിപ്പീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഈസി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, പക്ഷേ ഒരു സൂപ്പർ ഫുഡും കൂടിയാണത്. മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള കുട്ടികൾക്ക് ഇതൊരു ഒരാഴ്ച കൊടുക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഗർഭിണികൾക്കും ഒരു സൂപ്പർ ഫുഡാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഒരു വലിയ ടേബിൾ സ്പൂൺ കശുവണ്ടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ഏലക്കായ കൂടിയാണ്. ഒരു 3/4 കപ്പോളം തേങ്ങ ഞാൻ ഇതിലേക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത്തപ്പഴം കനം കുറച്ച് ചെറിയ കഷ്ണങ്ങളായി ആദ്യം തന്നെ അരിഞ്ഞെടുക്കാം. 2 ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കനം കുറച്ച് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ 2 കോഴിമുട്ടയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കി എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ച മുട്ട ഒഴിച്ച് ഒന്ന് ചിക്കി എടുക്കണം. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഈ ഏത്തപ്പഴവും മുട്ടയൊക്കെ വണ്ണം വെക്കുന്നതിന് നല്ല ഒരു പ്രയോജനപരമായിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ ഈ പിള്ളേരെ നമുക്ക് ഈ ഭക്ഷണം കൊടുത്ത് ഒന്ന് വണ്ണം വെപ്പിച്ചൊക്കെ എടുക്കാം. അപ്പോൾ മുട്ട നല്ലതുപോലെ നമുക്കൊന്ന് ചിക്കി എടുക്കാം. വലിയ വലിയ പീസുകളുണ്ടെങ്കിൽ നമുക്ക് ചട്ടകം വെച്ചിട്ട് ഒന്ന് ഉടച്ചുടച്ച് തരിയില്ലാതെ കുഞ്ഞു കുഞ്ഞു പീസാക്കി ചിക്കി എടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു പാകം. കുറച്ച് മധുരമുള്ള റെസിപ്പി ആയതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം, വേണമെങ്കിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഞാനിപ്പോൾ 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 കപ്പോ 1/4 കപ്പോ അനുസരിച്ച് എടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങയും മുട്ടയും നല്ലതുപോലെ നെയ്യിൽ കിടന്ന് മുരിഞ്ഞു വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ പഞ്ചസാര ചേർത്താണ് ഏലക്ക പൊടിച്ചെടുത്തിരിക്കുന്നത്. തരിയില്ലാതെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതുകൂടി നമുക്ക് ഈ തേങ്ങയും മുട്ടയും ചേർന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കശുവണ്ടിയും മുന്തിരിയും. എല്ലാ ചേരുവകളും നെയ്യിൽ നല്ലതുപോലെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇത് നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് പകരം നമുക്ക് ഇത് കൊടുത്ത് നോക്കാം. അതിനുശേഷം നമ്മുടെ പഴം ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. അപ്പോൾ മുട്ടയും തേങ്ങയും കശുവണ്ടി മുന്തിരിയൊക്കെ ഒന്ന് മുരിയിച്ച് മാറ്റി വയ്ക്കുക. ഇനി ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് നേരിയതാക്കി മുറിച്ച് വെച്ച ഏത്തപ്പഴം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരട്ടെ നെയ്യിൽ കിടന്ന് പഴമൊക്കെ. അത്യാവശ്യം പഴുത്ത ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെനച്ച ഏത്തപ്പഴം ഇതിന് അത്ര നല്ലതായിരിക്കില്ല. ഒരുവിധം നല്ലപോലെ പഴുത്ത ഏത്തപ്പഴമാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ കൂടുതൽ നല്ലത്. അങ്ങനെ നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച മുട്ട, തേങ്ങ, കശുവണ്ടി, മുന്തിരി ആ കൂട്ടും കൂടി ഈ പഴത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക്. എളുപ്പമാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ
ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് അഭിപ്രായം പറയുക.